എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്തോ ഒരു വാട്ടം. അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് അത്ര പിടിക്കണില്ല കേട്ടോ. പോളെ, എന്താ ഓൾഡ് ഒരു നല്ല ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കാണ് സ്വാമി. മതി. ഇപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്. മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നാ മതി. എന്താടാ? എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്നുണ്ടങ്ങ് പറഞ്ഞാൽ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഒലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു? പണി പറ്റിച്ചല്ലേ? ആഹാ, ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. മണം കൊള്ളാം. ഇതാണ് ഈ കൈപ്പുണ്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. തിന്നോ? അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സെന്നറിയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോഴാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ, സൂപ്പർ. 1 കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ? എന്തിനാടാ തൂറ്റിൽ പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനെ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കും. ഞാൻ കഴിക്കോളാം. പറഞ്ഞാലും കേൾക്കില്ല. വേണ്ടെന്ന് ഞാൻ കഴിക്കോളാന്ന്. ഞാൻ കഴിക്കോളെന്ന് പറഞ്ഞില്ലേ? വിട്. ശരി. ഇതെന്തു പേന ഇത്? ഒരു നുള്ളില് 4 എണ്ണം. എന്റെ കൂടെ അല്ലേ പൊറുതി, നീ തന്നെ കണ്ടുപിടിച്ച് തീർക്ക്. ഓ പിന്നെ, എന്റെ തലയിൽ പേനൊന്നുമില്ല. പോടുന്നു. എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ,
ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്ന് മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? ആ വിളിക്കണ് എപ്പ നോക്കിയാലും വിളിയാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങ തിന്നോണ്ടിരിക്കുന്നു. വേറെ വല്ല അവസരത്തിലാണെങ്കിലോ? എന്താ അവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ അങ്ങനെ വഴിക്ക് വാ. ഞാൻ ഊഹിച്ചല്ലേ ശരി. എന്നെ ഒരുമാതിരി പൊട്ടനാക്കല്ലേ. ഏവൻ കിടന്ന് പരിങ്ങണപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താര് അമ്പാള, അത് വേറെ വല്ലൊരു. എടാ എന്നെ ഇവിടെ കൂട്ടറ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരുത്തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. പോടാ അമ്പാളേ, പോടാ അവിടുന്ന്. പന്നി. ഓ ദേ വരുന്നു പണ്ടാരക്കൂട്ടം. ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട് ചെല്ലേ, പറഞ്ഞു വിട്. അത് പൊട്ടി. വെള്ളം കുറച്ച് മതി മതി മതി. അതെന്താ ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 സ്പൂൺ കൂടുതലിട്ട് എന്തുണ്ടാവും? കഴിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് മതി ചായയും ചോറും ഒക്കെ. വേഷമൊക്കെ ഞാൻ മാറ്റാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചായ നോക്ക്. ഓ മാറ് മാറ്. നീ ഇതിലൂടെ പോയിക്കോ. അയ്യേ നീ ഇതിലൂടെ പോയിക്കോടാ. മാറത് എങ്ങനെ പോണു? ഇതിലൂടെ പോയിക്കോ. എങ്ങനെ പോണെന്ന്? ഇത്ര സ്ഥലമില്ലേ നിനക്ക് പോവാൻ? അയ്യോ നീ പോയിക്കോന്ന്. തള്ളി പിടിച്ചിട്ടുണ്ട്. എന്തിയടാ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണേ? നാണെങ്കിൽ നിനക്ക് നാണോ? നിന്റെ എന്ത് ചെയ്യൂന്ന് ഓർത്തു. വെങ്കി ഇവിടെ നിൽക്കണം. ഞാൻ ഊരില്ല. പോ പുറത്തേക്ക് പോ. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് തല്ലിക്കൊല്ലണം. എന്തൊരു ചൂടാണ്. എന്തൊരു സുഖം. അയ്യേ എന്താ ഈ കാണിക്കണേ? നാണല്ലാത്ത സാധനം. ഇത്തിരി കാറ്റ് കയറട്ടെ. നാണമാകുന്നു മേനി നോകുന്നു നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. ആട്ടമാ തേരോട്ടമാ. ഇതെവിടെ പോയത്? ഇട്ടിട്ടില്ല. എടാ വെങ്കിടിയും കനകപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു. ശരിയാ? ആവോ. ഓ എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ.
നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയാ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചിരി. കണ്ണും മൂക്കും ചിരിണ്ടായൊക്കെ അയ്യോ. ബാക്കിയൊക്കെ ഓൻ നോക്കിക്കോളും. അവളുടെ ഒരു ചിരി അവൻ്റെ ഒലിപ്പിക്കലും. നിങ്ങളെ രണ്ടാളുടെയും കൂടെയുള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ടാ നിന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ. നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഞങ്ങൾ ഇറങ്ങി തലമണ്ട പൊട്ടിക്കണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? നീ ഒന്ന് തിരിയൊന്ന് കാണട്ടെ. ഇവനാണ്. ഞാൻ എന്റെ കൂട്ടുകാരനെ അന്വേഷിച്ച് വന്നപ്പോ കാല് തെറ്റിട്ട് കുളത്തിൽ വീണ് പോയതാണ് ഞാൻ. കുളത്തുനിന്ന് കഴുതേ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല. എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ എന്താ കാണാനുള്ളത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കോഴിയൊന്നുമല്ല. അയ്യോ ഇതൊരു കഷ്ടമാണ്. ആരെങ്കിലും ഓടി വരണേ. അതെ, ഏത് നേരം ഞങ്ങൾ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു നോക്കാന്. ഇനി അതുണ്ടാവില്ല. ആര് പറഞ്ഞു? ഇത്തവണ വിട്ടേ. ഇവനെ കൊല്ലണം ഇവനെ. ഇനി ഉണ്ടാവില്ല. നിനക്കളെ ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നെ കൊന്ന് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇങ്ങോട്ട് വാടാ. ആഹാ. ശരിക്കും തേച്ചു പിടിപ്പിക്ക്. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നു കിട്ടി. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്. പക്ഷെ നിനക്ക് ആക്രാന്തമായി പോയി. അതിന് ചുട്ടടി തന്നെയാണോ മരുന്ന്. കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാലെന്താ കുഴപ്പം? ഭാഗ്യവാൻ എന്തൊക്കെ കണ്ട്. ഓ, അവന്റെ നോട്ടം കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചില്. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവര് പിന്നെ എന്തൊളിഞ്ഞു നോക്കാനാണ് കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറഞ്ഞ ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലടാ നീ എടുത്തിയാടിയത്. സത്യം പറഞ്ഞ നീ പറയണ കേട്ടാ തോന്നല്ലോ ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണിത്. ഞാൻ അസല് പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കുന്ന ആളാണ്. ശരിക്കും എന്തുണ്ടായത് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ലവനാ. എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. ഞാനാ? ഞാൻ എന്ത് ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാര് വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്.